അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നിരന്തരമായി ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളുടെ 3 വർഷം പ്രായം മാത്രമുള്ള പൊന്നുമകളുടെ മുമ്പിൽ വെച്ച് ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിയെ യാസിർ എന്ന് പറയുന്ന ഭർത്താവ് വെട്ടിക്കൊന്ന ഒരു ദുരന്ത കഥ നാം കേട്ടു. വല്ലാണ്ട് സങ്കടമായി. ബദ്രീങ്ങളെ ആണ്ട് അല്ലേ, മഹാരഥന്മാരെ സ്മരിച്ചുകൊണ്ട് ദിക്റിനും അതുപോലെ അവരുടെ ത്യാഗസ്മരണയിൽ മുസ്ലിം കഴിച്ചുകൂടേണ്ട ഈ ദിവസത്തിൽ പാവം ആ കുഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ പോലും ഒരിത്തിരി കരുണ, ഒരു ദയം തോന്നാതെ ആ ഉമ്മയെ വെട്ടിക്കൊന്നെന്ന് മാത്രമല്ല, ആ പാവം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ, മകളെ രക്ഷപ്പെടുത്താൻ എത്തിയ ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും വെട്ടിക്കൊന്നു. ആ പൊന്നുകുഞ്ഞിന്ന് ഉമ്മാക്ക് വേണ്ടി ആർത്തട്ടാസിച്ച് കരയുമ്പോൾ എന്താ പറയാ? വാപ്പ കൊന്നു പറയാ? എന്ത് പറയും? ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉമ്മയില്ല. ചെറിയ കുഞ്ഞ് 1-2 മണിക്കൂറും കഴിയുമ്പോഴേക്കും ഉമ്മയുടെ ഓർമ്മ വരൂലേ? നാം ഇത്ര പ്രായമായിട്ട് പോലും ഒന്നുമ്മയെ കണ്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സങ്കടം, ഒന്നുമ്മയോട് നമ്മുടെ ആവലാതികൾ, അല്ലെങ്കിൽ ഉമ്മയെ കൂടെ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദന. ഈ ചെറിയ പെൺകുട്ടി, 3 വർഷം മാത്രം പ്രായമുള്ള കുട്ടി, യാ അല്ലാഹ്, ആ പെൺകുട്ടി ആശ്വസിപ്പിക്കാൻ കൂടെ ഉമ്മയുടെ ഉമ്മ, അത് വല്യമ്മ, ഉമ്മയുടെ ഉപ്പ, 2 പേരുമില്ല. ഇവർ രണ്ടാളും വെട്ടി. ഇവർ രണ്ടാളും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള നിരന്തര വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം സമൂഹത്തിന്, സമുദായത്താണ്. കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ മറ്റു സമുദായത്തിലേക്ക് മാതൃകയാകേണ്ടവരാണ്. നിങ്ങളെ കണ്ടവർ പഠിക്കണം, അവർക്ക് നിങ്ങൾ മാതൃകയാകണം എന്ന് പഠിപ്പിച്ച ഈ സമുദായമാണ്. മുമ്പ് കാലത്തെ ചരിത്രങ്ങളുടെ താളുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ സമൂഹം, ഈ സമുദായം മറ്റു സമൂഹത്തിന് മാതൃകയുള്ള സമൂഹമായിരുന്നു. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനയ്ക്ക് കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കൂ, എത്ര ശോചനീയമാണ്. ഈ ലഹരി എന്ന വില്ലൻ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത അയൽവാസി രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേൾക്കുകയാണ്. ഇതിനെതിരെ നാം സദകുടഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ ഇതേ ദുരന്തം നമ്മുടെ വീട്ടിലുണ്ടാകും. ഈ അടുത്താണ് അഫ്ഫാൻ തൻ്റെ ഉമ്മയും കൂടപ്പുറപ്പായ അനുജനെയും എല്ലാവരും വെട്ടിക്കൊന്ന സംഭവമൊക്കെ. ഇതിന് കൃത്യമായ പങ്ക് നമ്മുടെ സർക്കാർ തീർച്ചയായും, ഇത് എവിടെ നിന്നാണെന്നുണ്ട് ഇതിൻ്റെ വേര് അവിടെ തന്നെ പിടികൂടണം. ഈ ഒരു കാര്യത്തെ കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ നോക്കൂ. ഇപ്പം ഈ പെൺകുട്ടി, ഈ ചെറിയ കുട്ടിയാണല്ലോ, ഇനി കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ആരുണ്ടാകും? അള്ളാഹു ആ പെൺകുട്ടിക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ഈ പെൺകുട്ടിയുടെ ഭാഗത്തും, കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആദ്യം വിവാഹം, ഇവരുടെ പ്രണയം വിവാഹമായിരുന്നു. ആ സമയത്ത് തന്നെ ഉമ്മ പലപ്പോഴും പറഞ്ഞു, മോളെ ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റിയ ചെറുക്കനല്ല, ഇത് കുഴപ്പമുണ്ടാവും. ഈ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? അവർ പറയാനുള്ള കാരണം തൻ്റെ മോള് നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാകണം എന്ന നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്. എന്നാൽ മക്കൾ അനുസരിക്കൂല. എത്ര ഈ മാതാപിതാക്കളെ കണ്ണീരുണ്ടല്ലോ, അത് വല്ലാത്തൊരു കണ്ണീരാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തഖുൽ ലഹുമ ഉഫ്, ചേന്നുള്ള വാക്ക് വന്നു പോകരുത് എന്ന്. അത് അന്യമതസ്ഥരെ കൂടെ ഓടിപ്പോകണമെന്നില്ല. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട, സമുദായത്തിൽപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തമില്ലാതെ ഓടിപ്പോയാൽ തീർച്ചയായും അത് അനുഭവിക്കേണ്ടി വരും. ഈ പെൺകുട്ടി എറിഞ്ഞു വാങ്ങിയതുപോലെയുണ്ട് ഇവർ ശിക്ഷ. പലപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞതാണ്, മോളെ ഇത് വേണ്ട, ഇത് നമുക്ക് വലിയ അപകടമുണ്ടാക്കും. കാരണം ഇവൻ അതിൻ്റെ മുമ്പും ലഹരിയുടെ അടിമയാണ്. ഈ അടുത്ത് സുബൈദ് എന്ന് പറയുന്ന ഒരു ഉമ്മയെ ആഷിഖെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വെട്ടിക്കൊന്നല്ല, അവൻ്റെ സുഹൃത്താണ് ഇവൻ. അവരെ കൂടെ ഉള്ള എല്ലാവരും അപകടമാണ്. കാരണം ഒരു ടീം, ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ തീർച്ചയായും ഒരു കൃത്യതയോടുകൂടി അവർക്ക് വേണ്ട നടപടി നാം എടുത്തില്ലെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയൊക്കെ
സജീവമായി ഇതിൻ്റെ ഇടയിൽ ഇടപെടണം. കാരണം ജമാഅത്ത് കമ്മിറ്റി എന്നുള്ളത് മാസത്തിലൊരിക്കൽ വരിസംഖ്യ വാങ്ങുക, അത് വാങ്ങി ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുക, പിന്നെ വരവ് ചെലവ് കണക്ക് നോക്കുക. ഇതിനു വേണ്ടിയാണോ കമ്മിറ്റി? ഇതിനു വേണ്ടി കമ്മിറ്റിയുടെ ആവശ്യമില്ല. എത്ര വലിയ വലിയ നിലയുള്ള ബിൽഡിങ്ങുകളെ കണക്കൊക്കെ വളരെ കൃത്യതയോടുകൂടി ഒരാളെ ഏൽപ്പിച്ചാൽ മതി ജോലിക്ക്. അയാളൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ നോക്കും. ഇതിനൊരു ജമാഅത്ത് കമ്മിറ്റിയുടെ ആവശ്യമില്ല. ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് പലരുടെ വിചാരം വർഷത്തിലൊരിക്കോ ജനറൽ ബോഡി വിളിച്ച് അതിൽ കണക്കവതരിപ്പിക്കുക, വേറെ ഒരു കമ്മിറ്റി കൈമാറുക, ഇതാണ് ദൗത്യം. ഇതിന് കമ്മിറ്റി വേണ്ട എന്നാണ് പരിശുദ്ധ ദീൻ പറയുന്നത്. കമ്മിറ്റി വേണം. പരിശുദ്ധ ദീൻ പറയുന്നു കമ്മിറ്റി എന്തിനാ വേണ്ടത്? വൽതക്കും മിൻകും ഉമ്മത്തുൻ യദൂന ഇലൽ ഖൈർ. നിങ്ങളൊന്നൊരു കമ്മിറ്റി വേണം. എന്തിനു വേണ്ടി? യദൂന ഇലൽ ഖൈർ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ്. ഖൈറിലേക്ക് ക്ഷണിക്കുക. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലതുകൊണ്ട് കൽപ്പിക്കുക. വയൻഹൗന അനിൽ മുൻകർ, നികൃഷ്ടമായ കാര്യങ്ങളെ വിരോധിക്കുക. ഇത്രത്തുള്ള കാര്യത്തിന്, ഇത്രത്തുള്ള ലഹരിക്ക് അടിമയാകുന്ന ചെറുപ്പക്കാരെ അതിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓരോ പള്ളിയിൽ ഒരു ജമാഅത്ത് കമ്മിറ്റി വേണ്ടത്. ഗൗരവമാണ്. നിങ്ങളൊക്കെ ഇതിൻ്റെ ഉത്തരവാദിയാണ്. ഉയർന്ന പദവിയിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഉയർന്ന പദവി തന്ന് ആ കമ്മിറ്റിക്കാരെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവിടുത്തെ വരിസംഖ്യയും മാഷാവന്തികയും അതുപോലെ അവിടുത്തെ കുത്തുബിയത്തും സ്വലാത്ത് വാർഷിക പരിപാടി നടത്താനും ഇതിനൊക്കെ കമ്മിറ്റി, ഇത് ഒരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ശമ്പളം കൊടുത്താൽ അയാൾ കൃത്യതയോടുകൂടി ചെയ്യും. അയാൾക്ക് ശമ്പളം കൊടുത്താൽ നിങ്ങളെക്കാൾ കൃത്യതയോടുകൂടി ചെയ്യും. കാരണം അയാൾക്ക് നിങ്ങൾ ചോദിക്കുമെന്നുള്ളൊരു ഭയമുണ്ടാകും. നിങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യും. അത് ശരിയായാലും പ്രശ്നമില്ല, അത് കാര്യമില്ല. ചില ആളുകൾ ഇതിൻ്റെ വരുമാനം കൊണ്ട് അവർക്കുള്ള ലോൺ കെട്ടലും പലതിനു വേണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലം യജിദ് റാഹിയത്തുൽ ജന്ന, അവർക്ക് സ്വർഗമല്ല, സ്വർഗത്തിൻ്റെ മനം പോലും കിട്ടൂല എന്നുള്ളതാണ്. ഗൗരവമാണ്. അത്രത്തിൽ നിനക്ക് കഴിയില്ലേ? നിനക്കൊരു ജമാഅത്ത് കമ്മിറ്റിയിൽ കയറിയിട്ട് ഇത്രത്തുള്ള തിന്മകൾക്കെതിരെ പൊരുതാൻ, അത്രത്തുള്ള തിന്മകളെ നിന്റെ നാടിന് തുറത്താൻ നിനക്ക് സാധ്യമല്ലേ? നീ കയറണ്ട. നീ പറയ് ജമാഅത്ത് കമ്മിറ്റി ഇന്നതിനുള്ളതാണ്, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല. നീ കയറണ്ട. സാധിക്കുന്ന നല്ല ചെറുപ്പക്കാർ, നല്ല കഴിവുള്ള തൻ്റെടമുള്ള ചെറുപ്പക്കാർ കമ്മിറ്റിയിൽ വരട്ടെ. അവരെത്രത്തുള്ള പ്രവൃത്തി ചെയ്യും. അവർക്ക് ആ സ്ഥാനം വിട്ടുകൊടുക്ക്. നീ അവിടെ കയറി കൊണ്ട് ഒന്നും ചെയ്യൂല. നിന്റെ ജോലി എന്താ? ഉസ്താദന്മാരെ പിരിച്ചുവിടലും ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കലും അവരെ കുറ്റം കുറവുകൾ, അവരെ കിറാത്ത് ശരിയുണ്ടോ, അവരെ പ്രസംഗം ശരിയുണ്ടോ, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അവരേതിലാ പോകുന്നത്, വണ്ടിയിലാണോ പോകുന്നത്, കാറിലാണോ പോകുന്നത്, എവിടെ നിന്നാണ് വരുമാനം, എത്ര മണിക്കാണ് പോയത്, എത്ര മണിക്കാണ് അവർ തിരിച്ചു വന്നത്, ഇനി മുഞ്ഞാന്നല്ലേ ഉസ്താദ് നിങ്ങൾ പോയത്, വീണ്ടും നിങ്ങൾ ഇതാണ് ഒരു ഖത്തീബിന് 5 വഖത്തിൽ ഇമാമത്ത് നിൽക്കൽ മാത്രമാണോ പണി? ഇത്തരത്തിലുള്ള നാട്ടിലുള്ള തിന്മകൾ ഉണ്ടെങ്കിൽ അത് ഉസ്താദിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിൻ്റെ കൂടെ നാം രംഗത്തിറങ്ങണം. കമ്മിറ്റിയിൽപ്പെട്ടവരുടെ മക്കൾ തന്നെ ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്താലോ പിന്നെ ആരാ ചോദിക്കാൻ? അത്ര തിന്മകളുള്ള ആളുകളെ കമ്മിറ്റിയിൽ കൊണ്ടുവരരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നോക്കൂ, നിരന്തരം ഈ അടുത്ത അഫ്ഫാൻ തൻ്റെ കൂടെ പിറപ്പായ അനുജനെ കൊല്ലുന്നു, ഉമ്മയെ കൊല്ലുന്നു, എളാപ്പയെ എളാമ്മയെ കൊല്ലുന്നു, വല്യമ്മയെ കൊല്ലുന്നു. ഒന്ന് രണ്ട് സംഭവമാണോ? നിരന്തരമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നു. ഇതൊക്കെ ലഹരിക്കടിമയായവരാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൻ്റെ അടിമകളായ ചെറുപ്പക്കാരുണ്ടോ എന്ന് കൃത്യതയോടുകൂടി നാം പരിഗണിക്കണം. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി ചെയ്ത പ്രവൃത്തി ഇതാണ്. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ നാട്ടിൽ വലിയൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്ക് POP ചെയ്ത്, ആ പള്ളിക്ക് AC ഇട്ടു, ആ പള്ളിക്ക് പെയിന്റ് കൊടുത്തു, ആ പള്ളിയെ നാം അങ്ങനെ ചെയ്തു. ഇതിന് നിങ്ങൾ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഇതിന് നിങ്ങൾ വേണ്ട. ഇതൊരു എഞ്ചിനീയർ കൊണ്ട് ചെയ്താൽ അവന് കൃത്യമായി പണം കൊടുത്താൽ മതി. അതിനൊക്കെ കളക്ഷനാക്കാൻ ഉസ്താദ് ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ പറഞ്ഞാൽ അത് കളക്ഷനാക്കി ഉസ്താദ് സ്വരൂപിച്ച് തരും ആ ഫണ്ട്. അതല്ലാതെ നിങ്ങളുടെ ആവശ്യം ഇതിനില്ല. നിങ്ങൾ ഒരാളെ പറയാ, ഇത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ പള്ളിൻ്റെ ആ പണി നടന്നത്, ഈ പള്ളിൻ്റെ ഈ പണി നടന്നത് എൻ്റെ കാലഘട്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉളുപ്പ് എന്ന് പറയുന്ന 3 അക്ഷരം ഇല്ലേ? എന്തെന്നറിയില്ല. അങ്ങനെ ചുമ്മാ കമ്മിറ്റിയിൽ കയറുക, ഞാൻ കമ്മിറ്റി മെമ്പറാണ്, ഞാൻ കമ്മിറ്റി ഖജാൻജിയാണ്. ഇത് നിർത്തിവെക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തിന്മയുടെ ചെറുപ്പക്കാരെ തുരുത്താൻ വേണ്ടി നാം തയ്യാറാകണം. നോക്ക്, ആ പിഞ്ചു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ യാസിർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ആ ഉമ്മയെ വെട്ടിക്കൊല്ലുന്നത്.
പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. കിട്ടിയവൻ്റെ കൂടെ ഓടിപ്പോവാ, അവൻ ആരെന്നറിയില്ല, അവൻ്റെ സ്വഭാവം ഏതെന്ന്. എത്ര പ്രാവശ്യമാണ് ഉമ്മ പറഞ്ഞത്, വേണ്ട മോളെ, അവൻ വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഇത് അപകടമാണ്, ഇത് ശരിയല്ല. പലപ്പോഴും പഴഞ്ഞ് അവൻ്റെ കൂടെ പോയി. അവസാനം അവൻ്റെ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ല, ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവത്തോട് കണക്കിലെടുക്കണം. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയാകുന്നുണ്ടെങ്കിൽ എനിക്കൊരു വേദനവും ഇല്ല, വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത്. ഇങ്ങനെ നാം എൻ്റെ പ്രിയപ്പെട്ടവരെ തിന്മയ്ക്കെതിരെ സദ കൊടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരും. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കുല്ലുക്കും റായ് വ കുല്ലുക്കും മസ്ഊൽ അൻ റഈതി. നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം. ഇതിങ്ങനെ ഉസ്താദന്മാരെ മാറ്റാം, മദ്രസയിൽ റിസൾട്ട് കുറഞ്ഞാൽ ഉസ്താദ് ഇതേ പണിയാണ്, വേറെ പണിയൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊന്നുമോൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ആ കുഞ്ഞുമോൾക്ക് അള്ളാഹു ഒരു ക്ഷമ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ക്ഷമ അള്ളാഹു നൽകട്ടെ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് നാളെ മറ്റൊരു വാർത്തയാണ്. അഫ്വാൻ്റെ വാർത്തയുടെ ആ ഒരു ഞെട്ടൽ മായുന്നതിൻ്റെ മുമ്പാണ് വീണ്ടും ഒരു വാർത്ത. ഇത് മായുന്നതിന് മുമ്പ് വീണ്ടും നാളെ മറ്റൊരു വാർത്തയായിരിക്കും. നിരന്തരമാണ്. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, എവിടെ വരുന്നുണ്ട്, മക്കളൊക്കെ ശ്രദ്ധിക്കണം. ഒരു നിമിഷത്തിന് വേണ്ടി അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമ ഒരു പ്രാവശ്യമായാൽ പിന്നെ നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഉമ്മയാരെന്നറിയില്ല, പെങ്ങളാരെന്നറിയില്ല, കുടുംബമെന്നറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഓരോ നാട്ടിലുള്ള ദീനിയായ ചെറുപ്പക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ഇതിന് നാമല്ലാതെ മറ്റൊരു പരിഹാരം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നില്ല. കൂടുതൽ മുസ്ലിം സമൂഹത്തിൻ്റെ ചെറുപ്പക്കാരെന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.